നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ ലീഗലായിട്ടും എത്തിക്കലായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. പക്ഷേ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ ആളുകളെ പറ്റിക്കപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. ഒരു കഥ വഴി മനസ്സിലാക്കാം. ഒരാൾ ഗ്രാമത്തിൽ ചെന്നിട്ട് പറഞ്ഞു, പ്രാവുകളെ വാങ്ങാൻ വന്നവനാണ് ഞാൻ, ഒരു പ്രാവിന് ഞാൻ 500 രൂപ തരാം, നിങ്ങളുടെ കയ്യിൽ പ്രാവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളുകളൊക്കെ വളരെ എക്സൈറ്റഡ് ആയി അങ്ങനെ പ്രാവുകളെ പിടിക്കാൻ വേണ്ടി ചെന്നു. എല്ലാവരും പ്രാവുകളെ പിടിച്ച് 500 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ ആഴ്ചകൾ തോറും പ്രാവുകളെ വിൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഒരു പ്രാവിന് 100 രൂപയെ ഇപ്പൊ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ, മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു, പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ആയതുകൊണ്ട് 150 രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ വീണ്ടും പ്രാവുകളെ പിടിക്കാൻ തുടങ്ങി, 150 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ മാസങ്ങൾ 150 രൂപയ്ക്ക് പ്രാവുകളെ വിറ്റു. അങ്ങനെ ഒരുപാട് പ്രാവുകൾ അദ്ദേഹം വാങ്ങി. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം വീണ്ടും വന്നിട്ട് പറഞ്ഞു, പ്രാവിന്റെ മാർക്കറ്റ് വാല്യൂ കൂടിക്കഴിഞ്ഞു, ഇപ്പൊ ഒരു പ്രാവിന്റെ മാർക്കറ്റ് വാല്യൂ 600 രൂപയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ആളുകളൊക്കെ വളരെ എക്സൈറ്റഡ് ആയി. അവരുടെയൊക്കെ ജോലിയൊക്കെ കളഞ്ഞിട്ട് എല്ലാവരും പ്രാവുകളെ പിടിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ ആവശ്യത്തിനുള്ള പ്രാവുകൾ കിട്ടിയില്ല. വീണ്ടും പെട്ടെന്ന് ഒരു സന്തോഷമായ ഒരു വാർത്ത കേട്ടു. ഒരാള് പ്രാവുകളെ കൊണ്ട് വിൽക്കാനായിട്ട് ആ ഗ്രാമത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞ് ഒരാൾ പറയുന്നു. അപ്പോ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയി. അപ്പൊ ഒരു പ്രാവിന് എത്ര രൂപ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രാവിന് 400 രൂപ, ഒരു പ്രാവിന് 400 രൂപ എന്ന് പറഞ്ഞ് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാവരും പ്രാവുകളെ വാങ്ങി. കാരണം 400 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അടുത്ത ആഴ്ച 600 രൂപയ്ക്ക് വിൽക്കാമല്ലോ. പ്രാവ് വാങ്ങാൻ വരുന്ന ആൾക്ക് 600 രൂപയ്ക്ക് വിൽക്കാം, 400 രൂപയ്ക്ക് വാങ്ങിച്ച് വിൽക്കാം എന്ന വിശ്വാസത്തിൽ എല്ലാവരും പ്രാവുകളെ വാങ്ങി. അങ്ങനെ ആഴ്ചകൾ കാത്തിരുന്നതിന് ശേഷവും പ്രാവുകളെ വാങ്ങാൻ അദ്ദേഹം വന്നില്ല. അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയത് അവർ പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പൊ ഈ കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഈ പ്രാവുകളെ വിൽക്കാൻ വന്ന ആളുണ്ടല്ലോ, അദ്ദേഹം ഈ പ്രാവുകൾ വാങ്ങാൻ വന്ന ആളിന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ്. അപ്പൊ ഈ പ്രാവുകൾ വാങ്ങാൻ വന്ന ആള് വാങ്ങിയ പ്രാവിനെ സുഹൃത്തിന്റെ അടുത്ത് കൊടുത്ത് അതേ ആളുകൾക്ക് തന്നെ കൂടുതൽ വിലക്ക് വിറ്റു. വാങ്ങിയ ആൾക്ക് തന്നെ തിരിച്ചു കൂടുതൽ വിലക്ക് വിറ്റു എന്നതാണ് ഇതിനകത്തുള്ള സ്കാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് സ്കാം എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ സ്കീംസ് ഓർ സ്കാംസ് എന്ന് ഇപ്പൊ പറയപ്പെടുന്നുണ്ട്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ ഇന്ന് ഒരുപാട് സ്കാംസ് ഉണ്ട്. പക്ഷേ ഇന്ന് ലീഗലായിട്ടും എത്തിക്കലായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്രവർത്തിക്കുന്ന ലീഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, പലരും പറയുന്നത് ഇതുപോലത്തെ സ്കാംസിലൊക്കെ പോയി പെട്ടിട്ട് വന്നവർ പറയുന്നത്, അതുപോലെയല്ലേ അതും പറ്റിക്കപ്പെട്ടതല്ലേ, അതിലും ഞാൻ പറ്റിക്കപ്പെട്ടതല്ലേ, അതുപോലെയാണ് ഇതിലും ഞാൻ പറ്റിക്കപ്പെടും, അതുകൊണ്ട് വേണ്ട, ഇതും നിങ്ങളൊരു സ്കാം ആണ് എന്ന് പലരെയും റിജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കാമിൽ പെട്ടവരാണെങ്കിലും എന്താണെന്നുള്ളത് വിശദീകരിച്ച് കമന്റ് ചെയ്യാൻ മറക്കണ്ട.